തൻ്റെ മാനം കവരാൻ ശ്രമിച്ച മനുഷ്യനെ കുത്തിക്കൊന്നതിൻ്റെ പേരിൽ ഇറാനിയൻ മതക്കോടതി അവളെ തൂക്കുകയറിന് വിധിച്ചു. മരണശേഷം എൻ്റെ എല്ലാ അവയവങ്ങളും മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ആ അമ്മ തൻ്റെ മകളുടെ ആഗ്രഹം നിറവേറ്റി. അന്ത്യത്താഴവേളയിൽ തന്നെ തള്ളിപ്പറയാനിരിക്കുന്നവനെയും തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനെയും തന്നെ ഉപേക്ഷിച്ച് അകലങ്ങളിലേക്ക് ഓടിമറയാൻ പോകുന്നവരെയും ചേർത്ത് നിർത്തി അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് തന്നെ ഒരമ്മയെപ്പോലെ മുറിച്ച് വിളമ്പുന്ന ക്രിസ്തുവിനെ നാം ഇന്ന് അനുസ്മരിക്കുന്നു. അവൻ്റെ അതിമനോഹരമായ ഒരു കടന്നുപോകലിനെ ഈ പെസഹ വ്യാഴാഴ്ച നാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ ഭൂമിയെ കടന്നു പോകാനുള്ള ഏറ്റവും അടിസ്ഥാനമായ ഒരു മാർഗം അത് എളിമയുടേതാണ്, പാദം കഴുകലിൻ്റേതാണ്, ശിരസ്സു കുനിക്കലിൻ്റേതാണ്, ക്ഷമിക്കലിൻ്റേതാണ്. ഈ ഭൂമിയിൽ തളർന്നുറങ്ങുന്നവരാകാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ വിശുദ്ധ കുർബാനകൾ നമുക്ക് ആവശ്യമുണ്ട്. ജനനവേള മുതൽ മരണവേള വരെ നമ്മെ നിരന്തരം അനുഗമിക്കുന്ന ഊറാറയിട്ട ഒരേ ഒരു സാന്നിധ്യമേ ഉള്ളൂ, ഒരു പുരോഹിതൻ്റെ. മറ്റേതു ബന്ധുമിത്രാദികൾ സന്നിഹിതരല്ലെങ്കിലും ഇവിടെയെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥനാഗീതങ്ങൾ ഉരുവിടുന്ന, നമ്മളെ ആശീർവദിക്കുന്ന, നമ്മെ സഭയോട് ചേർക്കുന്ന, നമുക്ക് നേർവഴി കാട്ടുന്ന ഒരു വൈദികൻ്റെ സൗമ്യമായ ദീപ്തമായ സാന്നിധ്യമുണ്ട്. എന്താണ് അവൻ പെസഹായിൽ ചെയ്തത്? 26 വയസ്സുള്ള ഇറാനിയൻ യുവതിയായിരുന്നു റൈഹാന ജബ്ബാറി. തൻ്റെ മാനം കവരാൻ ശ്രമിച്ച മനുഷ്യനെ കുത്തിക്കൊന്നതിൻ്റെ പേരിൽ ഇറാനിയൻ മതക്കോടതി അവളെ തൂക്കുകയറിന് വിധിച്ചു. കൊലമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ തൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ കുറിപ്പ് കൊടുത്തയച്ചു. അതിലിപ്രകാരം പറഞ്ഞിരുന്നു: മരണശേഷം എൻ്റെ എല്ലാ അവയവങ്ങളും മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം, പക്ഷേ ആരോടും എൻ്റെ പേര് സൂചിപ്പിക്കരുത്. ആ അമ്മ തൻ്റെ മകളുടെ ആഗ്രഹം നിറവേറ്റി. അവളുടെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്തു. അതിനുശേഷം തൻ്റെ മകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: എങ്ങനെയാണ് ഒരാൾ ചിത്രശലഭമായി മാറുന്നത്? എൻ്റെ മകൾ റൈഹാന ജബ്ബാറിയുടെ ഹ്രസ്വവും ധീരവുമായ ജീവിതം. പ്രിയപ്പെട്ടവരെ, തനിക്ക് നീതിയും ജീവിക്കാൻ അവകാശവും നിഷേധിക്കപ്പെട്ട ഒരു ലോകത്തോട് മധുരമായി പ്രതികാരം ചെയ്ത ഒരു യുവതിയെയാണ് റൈഹാനയിൽ നാം കാണുന്നത്. നാം ഓരോരുത്തരെയും പോലെ ഈ ഭൂമിയിലേക്ക് കേവല മനുഷ്യരായി കടന്നു വന്നു. ഒരു ശലഭത്തെ പോലെ ഈ ഭൂമിയെ കടന്നുപോയ റൈഹാന. ഇങ്ങനെ അനേകം ജന്മങ്ങളെ നമുക്ക് ഓർമ്മിക്കാനുണ്ട്. ഇതിലും മനോഹരമായ ഒരു കടന്നുപോകലിനെ നാം അനുസ്മരിക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. അന്ത്യത്താഴവേളയിൽ തന്നെ തള്ളിപ്പറയാനിരിക്കുന്നവനെയും തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനെയും തന്നെ ഉപേക്ഷിച്ച് അകലങ്ങളിലേക്ക് ഓടിമറയാൻ പോകുന്നവരെയും ചേർത്ത് നിർത്തി അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് തന്നെ ഒരമ്മയെപ്പോലെ മുറിച്ച് വിളമ്പുന്ന ക്രിസ്തുവിനെ നാം ഇന്ന് അനുസ്മരിക്കുന്നു. അവൻ്റെ അതിമനോഹരമായ ഒരു കടന്നുപോകലിനെ ഈ പെസഹ വ്യാഴാഴ്ച നാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ പെസഹായുടെ പശ്ചാത്തലം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള കടന്നുപോരലായിരുന്നുവെന്ന് നമുക്കറിയാം. അതായിരുന്നല്ലോ ഒന്നാമത്തെ പെസഹ കടന്നുപോകൽ. അതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം മുതൽ പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം വരെ നീളുന്ന ഒരു ജീവചരിത്രമാണ്. ഫറവോയുടെ അതിഥികളായിട്ടാണ് യാക്കോബും മക്കളും ജോസഫിൻ്റെ ആഗ്രഹപ്രകാരം ഈജിപ്തിലേക്ക് ചെല്ലുന്നത്. അവർ വിരുന്നുകാരായിരുന്നു, രാജകീയ വിരുന്നുകാരായിരുന്നു. ഈജിപ്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ദേശം, ഗോഷൻ ദേശം അവർക്ക് സ്വന്തമായി കിട്ടി. അങ്ങനെ അന്യനാട്ടിൽ വിരുന്നുകാരായിട്ട് വന്നവർ ക്രമേണ സാവകാശം തങ്ങളുടെ സ്വത്വം മറക്കുന്നതും വ്യക്തിത്വം മറന്ന് അടിമകളായി പരിണമിക്കുന്നതും നാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണും. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പറയും, ജോസഫ് ആരെന്ന് അറിവില്ലാത്ത ഒരു തലമുറ അവിടെ വളർന്നു വന്നു. ജോസഫ് ആരാണെന്ന് അറിയില്ലാത്ത ഒരു ചക്രവർത്തി ഫറവോ അവരെ ഭരിക്കാനായിട്ട് തുടങ്ങി. ചരിത്രത്തിന് അത്ര വേഗം ജോസഫിനെ മറക്കാനാവില്ലെന്ന് നമുക്കറിയാം. കാരണം ആർക്കും മറക്കാനാവാത്ത 7 വർഷങ്ങളുടെ ക്ഷാമങ്ങളെ പരിഹരിച്ചത് അയാളുടെ ബുദ്ധിയായിരുന്നു, അയാളുടെ ആസൂത്രണ മികവായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനം തങ്ങൾ ആരാണെന്ന് മറന്നപ്പോൾ, ഈ ഭൂമിയിൽ തങ്ങൾ കേവല വിരുന്നുകാരാണ്, സഞ്ചാരികളാണെന്ന് മറന്നപ്പോൾ അവരെ അടിമകളാക്കുന്ന ചക്രവർത്തിമാരും
ഭരണ സംവിധാനങ്ങളും ഉയർന്നു വന്നു. അങ്ങനെ ഈ ഭൂമിയെ കടന്നു പോകാനുള്ളവർ ഭൂമിയുടെ കെട്ടുപാടുകളിലേക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ അവർ സ്വയം അടിമകളായി മാറി. ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഇസ്രായേൽ ജനത എന്നുള്ള ഒരു വ്യക്തിത്വത്തിലേക്കുള്ള നടന്നുകയറലാണ് ഒന്നാമത്തെ പെസഹ. ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ദൈവത്തിൻ്റെ സംഹാരദൂതൻ കൊന്നു തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ച് വാഗ്ദാന നാട്ടിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ എപ്രകാരം അടിമത്തങ്ങളെ, ഒരിക്കലും മറക്കാനാവാത്ത തീവ്രമായ അനുഭവങ്ങളെ പിന്തള്ളി വാഗ്ദാനങ്ങളുടെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടന്നുപോയത്, അതുപോലെ ഈ ഭൂമിയുടെ സകല ബന്ധനങ്ങളെയും അടിമത്തങ്ങളെയും പരിമിതികളെയും കടന്ന് സ്വർഗത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു പോകാനുള്ളവരാണെന്നുള്ള ഒരു ഓർമ്മയുടെ ആചരണമാണ് ഈ പെസഹ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഹാഗാറിനെ കാണുന്നുണ്ട്. സാറായോട് പിണങ്ങി ഇറങ്ങിപ്പോകുന്ന ഹാഗാർ. ഷൂറിലേക്കുള്ള വഴിയരികിൽ ഒരു നീരുറവയുടെ കരയ്ക്കൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനെ കണ്ടുമുട്ടി അവളോട് കൗതുകപൂർവ്വം ചോദിക്കുന്നുണ്ട്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ആശയം സ്പഷ്ടമാണ്. ഹാഗാർ ആരാണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടല്ല, ജിജ്ഞാസ കൊണ്ടല്ല ദൂതൻ ഈ ചോദ്യം ചോദിക്കുന്നത്. മറിച്ച് ഈ ചോദ്യം ഹാഗാറിന് വേണ്ടിയാണ്. ഹാഗാറിൻ്റെ ജീവിതത്തിന് പുറകിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഇങ്ങനെ വിടർന്ന് പുഷ്പിക്കാനുണ്ട്. അതിനെ ഹാഗാർ മനസ്സിലാക്കി അതിനോട് സഹകരിക്കണം. അവൾ സാറായിയുടെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകണം. അവിടെയാണ് ദൈവികമായ പദ്ധതികൾ അവളെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹാഗാറിനെ പോലെ ഈ ലോകമൊരുക്കുന്ന മായാ കാഴ്ചകളിൽ, ലോകത്തിൻ്റെ പരിമിതികളിൽ, ലോകം വിളമ്പുന്ന സങ്കടങ്ങളിൽപ്പെട്ട് നാം പലപ്പോഴും അസ്വസ്ഥരാവാറുണ്ട്. പക്ഷേ ഈ ലോകം നമുക്ക് കടന്നു പോകാനുള്ള ഒരു സത്രം മാത്രമാണെന്നും വെറുമൊരു വിശ്രമ കേന്ദ്രം മാത്രമാണെന്നുമുള്ള ഓർമ്മ ഈ പെസഹ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. ഹാഗാറിനോട് ദൂതൻ ചോദിക്കുന്ന ചോദ്യത്തിന് നാം ഉത്തരം കണ്ടുപിടിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. അവിടെ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഈ ഭൂമിയെ കടന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ളവരാണ്. ഈ ഭൂമിയെ കടന്നു പോകണമെങ്കിൽ, ഒരു സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ഈ ഭൂമിയെ കടന്നു പോകണമെങ്കിൽ, ഒരു സഞ്ചാരിയെപ്പോലെ നിർമ്മമതയോടെ ഈ ഭൂമിയുടെ പരിമിതികളെ കടന്നു പോകണമെങ്കിൽ നാം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതുണ്ട്. എന്താണ് അവൻ പെസഹായിൽ ചെയ്തത്? അവൻ ആദ്യമായി ചെയ്തത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുള്ളതാണ്. തൻ്റെ മേലങ്കികളെ മാറ്റിവെച്ച് അവൻ പാത്രത്തിൽ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകാനും ഒരു കച്ച കൊണ്ട് അവയെ തുടയ്ക്കാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഈ ഭൂമിയെ കടന്നു പോകാനുള്ള ഏറ്റവും അടിസ്ഥാനമായ ഒരു മാർഗം അത് എളിമയുടേതാണ്, പാദം കഴുകലിൻ്റേതാണ്, ശിരസ്സ് കുനിക്കലിൻ്റേതാണ്, ക്ഷമിക്കലിൻ്റേതാണ്. അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുമ്പ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. 4 സുവിശേഷങ്ങളിൽ മറ്റ് 3 സുവിശേഷകന്മാരും അന്ത്യത്താഴവേളയിൽ അവൻ അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമാക്കി വിളമ്പിയതിനെ അനുസ്മരിക്കുമ്പോൾ യോഹന്നാൻ ആ വിവരണത്തെ മാറ്റിവെച്ചിട്ട് അതിന് പശ്ചാത്തലമായിട്ട് നിലകൊള്ളുന്ന പാദം കഴുകലിനെയാണ് വിശദീകരിക്കുന്നത്. ഏത് ബലിയും ദൈവത്തിന് സ്വീകാര്യമായിട്ട് മാറണമെങ്കിൽ, ഈ ഭൂമിയെ കടന്നു പോകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന തിരുപ്പാധേയങ്ങളായിട്ട് രൂപാന്തരപ്പെടണമെങ്കിൽ അതിനു പുറകിൽ പാദം കഴുകലിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് തന്നെ തടയുന്ന പത്രോസിനോട് ഈശോ പറയുന്നത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പ്രിയപ്പെട്ടവരെ, അത് വെറും ഒരു കഴുകലായിരുന്നില്ല, മറിച്ച് ക്ഷമയുടെ, മാപ്പ് കൊടുക്കലിൻ്റെ ഉദാത്തമായ, തീവ്രമായിട്ടുള്ള, സാന്ദ്രമായ ഒരു ഉദാഹരണമായിരുന്നു, ഒരു ദൃഷ്ടാന്തമായിരുന്നു. ഇപ്രകാരം അന്ത്യത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം സഭയുടെ അടിസ്ഥാനങ്ങളായ 2 വിശുദ്ധ കൂദാശകളെ ഈശോ സ്ഥാപിച്ചതിനെ നാം ഇന്ന് അനുസ്മരിക്കുന്നുണ്ട്. 1 വിശുദ്ധ പൗരോഹിത്യവും 2 വിശുദ്ധ കുർബാനയും. നമുക്ക് പുരോഹിതരെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, ജനനവേള മുതൽ മരണവേള വരെ
നമ്മെ നിരന്തരം അനുഗമിക്കുന്ന ഊറാറയിട്ട ഒരേ ഒരു സാന്നിധ്യമേ ഉള്ളൂ, ഒരു പുരോഹിതൻ്റെ. മറ്റേത് ബന്ധുമിത്രാദികൾ സന്നിഹിതരല്ലെങ്കിലും ഇവിടെയെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥനാഗീതങ്ങൾ ഉരുവിടുന്ന, നമ്മളെ ആശീർവദിക്കുന്ന, നമ്മെ സഭയോട് ചേർക്കുന്ന, നമുക്ക് നേർവഴി കാട്ടുന്ന ഒരു വൈദികൻ്റെ സൗമ്യമായ ദീപ്തമായ സാന്നിധ്യമുണ്ട്. അയാളുടെ പേരുകൾ എന്തെങ്കിലും ആകട്ടെ, പക്ഷേ നമ്മളെ പൗരോഹിത്യങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ട്, അനുഗമിക്കുന്നുണ്ട്. ജോർദാൻ പോലെ ആർത്തലച്ചൊഴുകുന്ന പ്രശ്നങ്ങളെ മുറിച്ചക്കര കടക്കണമെങ്കിൽ ഈ പുരോഹിതരുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. ജെറീക്കോ പോലുള്ള പാപത്തിൻ്റെ വലിയ കോട്ടകളെ തകർക്കാൻ ഈ പൗരോഹിത്യങ്ങൾ നമുക്ക് മുൻപിൽ ഉടമ്പടിയുടെ പേടകങ്ങളുമായി നടക്കണം. അവർ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശപൂരിതങ്ങളായി മാറും. പൗരോഹിത്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. 2, അവൻ തന്നെ മുറിച്ച് വിളമ്പിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി പാനം ചെയ്യുവിൻ. സ്വർഗരാജ്യത്തിൽ നാം വീണ്ടും ഒരുമിക്കുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ്. സ്വർഗരാജ്യത്തിൽ മിശിഹായോടൊത്ത് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നാം ആസ്വദിക്കാൻ പോകുന്ന ആ വലിയ വിരുന്നിൻ്റെ, നിത്യമായ വിരുന്നിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് യോഗ്യതയോടെ അവൻ്റെ ശരീരരക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം അവനോട് ഒന്നു ചേരും. ഈ ഭൂമിയെ കടന്നു പോകാനുള്ള ശക്തി സംഭരിച്ചവരായിട്ട് നമ്മൾ മാറും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1374 നമ്പറിൽ സഭ ഇപ്രകാരം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷ്യയോഗ്യമായ ഓരോ തിരുവോസ്തിയിലും മിശിഹ തൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തോടും ദൈവികതയോടും കൂടെ പൂർണ്ണമായും വ്യക്തിപരമായും സത്താപരമായും സത്യമായും വാസ്തവമായും സന്നിഹിതനാണ്. അത് വെറുമൊരു പ്രതീകമല്ല, വെറുമൊരു അടയാളമല്ല. നാം സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും മിശിഹായെ വ്യക്തിപരമായി സ്വീകരിക്കാൻ, അവനെ സ്വന്തമാക്കാൻ, അവനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമ്മെ യോഗ്യരാക്കുന്നു. അവനെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ സകല ബന്ധനങ്ങളെയും സകല പ്രലോഭനങ്ങളെയും മായക്കാഴ്ചകളെയും കടന്ന് സ്വർഗത്തിൻ്റെ പൗരന്മാരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ വിശുദ്ധ കുർബാന നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹോറബിലേക്കുള്ള യാത്രയിൽ ഏലിയ കഴിച്ച അപ്പം 40 ദിനരാത്രങ്ങൾ സഞ്ചരിക്കാൻ അവനെ പ്രാപ്തനാക്കി. അതുപോലെ ഈ ഭൂമിയിൽ തളർന്നുറങ്ങുന്നവരാകാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ വിശുദ്ധ കുർബാനകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഈ പെസഹ ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വിശുദ്ധ പൗരോഹിത്യങ്ങളെ ഓർത്ത്, വിശുദ്ധ കുർബാനയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ, പൗരോഹിത്യത്തെ വിലമതിക്കാനും സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയെ വിശ്വസിക്കാനും അഗാധമായിട്ട് യോഗ്യതയോടെ സ്വീകരിക്കാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.